ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ അടുത്ത സൗഹൃദ മത്സരം അത് ഈജിപ്തിനെതിരെയാണ് നടക്കുക. വരുന്ന ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ഈ മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിന് വേണ്ടിയുള്ള ലൈനപ്പ് നമ്മൾ ഇന്നലെ പുറത്തു വിട്ടിരുന്നു. എന്നാൽ അതിൽ ചെറിയ ചില മാറ്റങ്ങൾ വീണ്ടും കാർലോ ആഞ്ചലോട്ടി നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത്. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിലാണ് ചില മാറ്റങ്ങൾ ആഞ്ചലോട്ടി നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 2 മാറ്റങ്ങളാണ് പ്രധാനമായും വരുത്തിയിട്ടുള്ളത്. അതായത് ഗബ്രിയേൽ മഗല്ലസിന് ഇപ്പോൾ മസിൽ ഫാറ്റിഗിന്റെ പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത മത്സരത്തിന് ഉണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ലിയോ പെരേരയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇന്നലെ ലുക്കാസ് പക്കേറ്റ സ്റ്റാർട്ടിംഗ് 11ലേക്ക് തിരിച്ചെത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കില്ല. മറിച്ച് റയാനെ മുന്നേറ്റ നിരയിൽ അധികമായി കൊണ്ട് ഉൾപ്പെടുത്താൻ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് ആ ഒരു പോസിബിൾ ലൈനപ്പ് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ തന്നെയായിരിക്കും. സെന്റർ ബാക്കുമാരായിക്കൊണ്ട് മാർക്കിഞ്ഞോസും ലിയോ പെരേരയും ഉണ്ടാകും. അതുപോലെ തന്നെ വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഡഗ്ലസ് സാന്റോസ്, വെസ്ലി എന്നിവരായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ കാസമിറോ, ബ്രൂണോ ഗുയിമറസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ റയാന് സ്ഥാനം ലഭിക്കും. കൂടാതെ റാഫീഞ്ഞ, വിനീഷ്യസ് ജൂനിയർ, ഇഗോർ തിയാഗോ ഇങ്ങനെയായിരിക്കും മുന്നേറ്റ നിരയുണ്ടാവുക. ഇങ്ങനെ കളിപ്പിക്കാനാണ് നിലവിൽ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നത് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്നും ട്രെയിനിങ് സെഷനുകൾ ഉണ്ട്. അതിനുശേഷവും ചില മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയേക്കാം. ഏതായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു 11 ഇങ്ങനെയാണ്. ഗബ്രിയേൽ മഗല്ലസിന് മസിൽ ഫാറ്റിഗിന്റെ പ്രശ്നങ്ങളുണ്ട്. അത് സീരിയസ് ഒന്നുമല്ല. അധികം വൈകാതെ തന്നെ അദ്ദേഹം മുക്തനായേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.